ഇന്ന് നമുക്കേ കപ്പളങ്ങായും പയറും കൂടെ ഒന്ന് തോരൻ വെച്ചാലോ? നല്ല രസമാണ്. അതിനകത്തേ നമ്മൾ ചേർക്കുന്ന മുളകെന്ന് പറയുന്നത് നമ്മുടെ കൊണ്ടാട്ട മുളക. നല്ല രസമുള്ള ഒരു തോരൻ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം, വായോ. ആദ്യം തന്നെ ദാ ഒരു കപ്പളങ്ങ രാവിലെ കുത്തിയിട്ടതാണേ. ഇതിന്റെ പകുതി മതി, പകുതി വേണ്ട, കാൽ ഭാഗം മതിയേ. പിന്നെ നമുക്ക് ഈ പയറൊന്ന് അരിഞ്ഞും കൂടെ എടുക്കണം. ഇത് രണ്ടും ഒന്ന് ചെയ്തിട്ട് വരാവേ. കപ്പളങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോ നാട്ടിൽ ഓരോ പേരാണ്. കപ്പളങ്ങ, പപ്പായ, ഓമയ്ക്ക. ഇത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പയറും ദാ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 5-6 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ചായച്ചെടുക്കണം. ആദ്യമേ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ഈ കൊണ്ടാട്ടമുളകില്ലേ, ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം വേണം ഇതൊന്ന് ചായച്ചെടുക്കാൻ. ഇനി നമുക്കേ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പേ കൊണ്ടാട്ടമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ട്, തേങ്ങയും ഒതുക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടാട്ടമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ നമ്മൾ ഉപ്പ് അധികം ചേർക്കരുത്, അതിനകത്ത് ഉപ്പുണ്ടല്ലോ, നോക്കിയിട്ട് ചേർത്താൽ മതി. ആദ്യം തന്നെ പാൻ അടുപ്പ് വെച്ച് ചൂടായി. ഇനിയിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കപ്പളങ്ങ അല്ലെ പപ്പായ, ഓമയ്ക്ക, അതിട്ട് കൊടുക്കുക. ഇതിനധികം കനം കുറച്ച് അരിഞ്ഞേക്കുന്നതുകൊണ്ട് വലിയ വേവുണ്ടാവില്ല കേട്ടോ. ഇതാ പയറും കൂടെ ഒന്നിച്ചിട്ടേക്കാവേ. ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. തേങ്ങാപ്പീര ഇട്ട് കൊടുത്തു. എരിവിനും ഉപ്പിനും പാകത്തിനുള്ള കൊണ്ടാട്ടമുളക്. ഇതാ ഞാൻ ഇതിനൊരു 3 സ്പൂൺ, ചെറിയ സ്പൂണിന് 3 സ്പൂൺ ഇട്ട്, വേണമെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ. ഇതും കൂടെ ഇട്ട് നമ്മളിതിനെ ഒന്ന് ഇളക്കി മൂടി അങ്ങ് വെക്കാം. നമ്മൾ അരപ്പും ചേർത്ത് മുളകും ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കൈവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. കാര്യം എന്ന് വെച്ചാൽ പപ്പായക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങും. പക്ഷെ നമ്മൾ ഇതൊന്ന് എന്താ പറയുക, അല്ലെങ്കിൽ വേഗം അടിക്കി പിടിക്കുമല്ലോ. അതിനൊന്ന് കൈവെള്ളം കുടഞ്ഞിട്ട് അടച്ചു വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ പതിയെ പപ്പായക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങുമേ. മൂടി വെച്ചേക്കാം. കപ്പളങ്ങാത്തോരനൊന്ന് ഇളക്കി കൊടുക്കണ്ടേ? കപ്പളയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ടോ? വെന്തിട്ടില്ല, ഇച്ചിരി കൂടെ ഒന്നാവാനുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് പോരാ, ഇച്ചിരി കൂടെ ഇടാം കേട്ടോ. കൊണ്ടാട്ടമുളക് ഇടണ്ട, കാര്യം എരിവുണ്ട്. കുറച്ച് ഉപ്പിട്ടു. വെള്ളം ഇറങ്ങുന്നുണ്ടോ? കുറച്ച് നേരം കൂടെ മൂടി അങ്ങ് വെച്ചേക്കാം. ഒന്ന് തുറന്നു നോക്കണ്ടേ? നമ്മുടെ പപ്പായയും പയറും കൂടെയുള്ള തോരൻ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുക്കി പിടിക്കാതിരിക്കാനുള്ള ഒരു കൈവെള്ളം മാത്രമേ കുടയാവുള്ളൂ കേട്ടോ. അതൊന്ന് ആവി കയറി കഴിയുമ്പം പപ്പായ എന്നുള്ള വെള്ളം അങ്ങോട്ട് ഇറങ്ങി തുടങ്ങും. കണ്ടോ? അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു തോരനാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കണേ. നിങ്ങൾക്ക് കൊണ്ടാട്ടമുളക് ഇഷ്ടമില്ല എങ്കിൽ പച്ചമുളക് തന്നെ ചേർത്തു. പക്ഷെ ഒരു വ്യത്യസ്ത രുചിയുണ്ട്. ഞാൻ ഇതെങ്ങനെയാണെന്നറിയോ? ഇന്ന് ചോറുണ്ണുകയില്ല. ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാ കേട്ടോ, തോരൻ. നല്ല രസമുള്ളൊരു തോരനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.